റഷ്യ അന്താരാഷ്ട്ര രാജ്യങ്ങളെ ശക്തമായി ഒപ്പം കൂട്ടി. അതായത് ഏതൊക്കെ രീതിയിൽ സാമ്പത്തിക പ്രതിരോധം റഷ്യയ്ക്ക് മേൽ ഏർപ്പെടുത്താൻ അമേരിക്ക ശ്രമിക്കുമോ ആ സമയത്തൊക്കെ റഷ്യ വീണ്ടും വീണ്ടും കരുത്താർജിച്ച് വരുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. റഷ്യയുടെ ഈ കരുത്ത്, അതായത് അവർ ഇപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഏതൊക്കെ തരത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളെ, യൂറോപ്യൻ യൂണിയനെ പ്രതികൂലമായി ബാധിക്കും, ഇത് വലിയൊരു ചർച്ചയാണ്. യൂറോപ്യൻ യൂണിയൻ, അതാണ് റഷ്യയുടെ ടാർഗറ്റ്. യൂറോപ്യൻ യൂണിയനെ ശിഥിലമാക്കി വീണ്ടും റഷ്യൻ ഫെഡറേഷൻ, സോവിയറ്റ് യൂണിയൻ എന്ന ഒരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള നീക്കമാണ്. ഒരുപക്ഷെ സ്വതന്ത്ര രാഷ്ട്ര പദവി, ആ ചിന്താഗതി മറ്റുള്ള സോവിയറ്റ് യൂണിയനിൽ നിന്നും പിളർന്നുപോയ രാജ്യങ്ങൾ സ്വീകരിച്ചെങ്കിലും അതിൽ റഷ്യൻ ഫെഡറേഷനോടൊപ്പം ചേരാൻ താല്പര്യം പ്രകടിപ്പിക്കുന്ന ചില രാജ്യങ്ങളുണ്ട്. അവരെ മുൻഗണന നൽകിക്കൊണ്ട് ബെലാറസ് പോലുള്ള രാജ്യങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു ജോയിന്റ് ഫെഡറേഷന് വേണ്ടിയാണ് ശ്രമിക്കുന്നത്. രണ്ട് കാര്യങ്ങളാണ് റഷ്യയുടെ മുന്നിൽ. ഒന്ന്, ഏറ്റവും വേഗത്തിൽ, ശരവേഗത്തിൽ അത് പ്രാബല്യത്തിൽ വരുത്തുക. അമേരിക്കയ്ക്കോ യൂറോപ്യൻ യൂണിയനോ അധികം ചിന്തിച്ചു കൂട്ടാനുള്ള സമയം പോലും കൊടുക്കാതിരിക്കുക. കാരണം അമേരിക്കയ്ക്ക് മറ്റു വഴികളില്ല. മറ്റു രാജ്യങ്ങളെ കൂട്ടുപിടിച്ച് റഷ്യ ആക്രമിക്കണം. അതിനാണ് യൂറോപ്യൻ യൂണിയന്റെ വിശ്വാസ്യത പിടിച്ചെടുക്കുന്നത്. അറബ് രാജ്യങ്ങളുമായുള്ള അമേരിക്കയുടെ സൗഹൃദം കലങ്ങി മറിയുമ്പോൾ അവിടേക്ക് റഷ്യ ഇൻവെസ്റ്റ്മെൻറ്റും അതുപോലെ റഷ്യൻ പ്രതിനിധികളെ അറബ് ലീഗ് സമ്മേളനത്തിൽ അയച്ചതുമൊക്കെ കൃത്യമായി പുടിൻ്റെ ചില ഭാവി നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. റഷ്യൻ ഫെഡറേഷൻ ഏറ്റവും കൂടുതൽ സൈനിക സഹായം ഇപ്പോൾ ഫലസ്തീനെ കൃത്യമായി മോചിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇറാന്റെ മിലിറ്റന്റ് ഗ്രൂപ്പുകൾക്ക് കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്നത് വലിയ തോതിൽ ഇസ്രയേലിനെയും അമേരിക്കയും ചൊടിപ്പിക്കും. എന്നാൽ ഇസ്രയേൽ പ്രത്യക്ഷത്തിൽ റഷ്യയിലേക്ക് കയറി ആക്രമണം നടത്താൻ ശ്രമിക്കില്ല. കാരണം ഇസ്രയേൽ തവിടുപൊടിയായി. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ മിണ്ടാപ്രാണികളായിട്ടുള്ള ജീവികളെയൊക്കെ ഉപദ്രവിക്കുന്നു എന്ന് പറയുന്ന സ്റ്റൈലിൽ പാവപ്പെട്ട രാജ്യങ്ങളെ, അഷ്ടിക്ക് വകയില്ലാത്ത രാജ്യങ്ങളെ ആക്രമിക്കുക, കീഴ്പ്പെടുത്തുക, എന്നിട്ട് തിണ്ണമെടുക്കുക കാണിക്കുക. റഷ്യയെ പോലെ നല്ല രീതിയിൽ നല്ല കടും വെട്ടുന്ന രാജ്യങ്ങളോട് ഒന്ന് കിടമത്സരം നടത്താൻ ചിന്ത പോലും നടത്തുകയില്ല ബെഞ്ചമിൻ നെതന്യാഹു. നെതന്യാഹുവിൻ്റെ തോലുരിച്ച് വിടാനുള്ള പുതിയ കളികളാണ് ട്രംപ് അണിയറയിൽ ഒരുക്കുന്നത്.